72 വയസ്സായി. എനിക്കല്ല കേട്ടോ, കോഴിക്കോട് കോടഞ്ചേരി എം മാധവൻ നായരുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രായത്തിൽ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. ജീവസുറ്റ ശില്പങ്ങൾ നിർമ്മിക്കുന്ന മാധവൻ നായരുടെ വിശേഷങ്ങൾ നമുക്ക് അറിയണ്ടേ? രസമുണ്ട്. അൻപത്തിയേഴ് വർഷം മുമ്പ് കോട്ടയത്ത് നിന്ന് കുടുംബത്തോടൊപ്പം കോടഞ്ചേരിയിലേക്ക് കുടിയേറിയതാണ് മുറമ്പാത്തി കൂഞ്ഞനാൽ മാധവൻ നായർ. റബ്ബർ കർഷകനായിരുന്ന മാധവൻ നായർ റേഡിയോ മെക്കാനിക്കായും പെയിന്ററായും ജോലി ചെയ്തു. പിന്നീടാണ് ശില്പനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. മാധവൻ നായർക്ക് തെങ്ങ് വെറും കൽപ്പവൃക്ഷം മാത്രമല്ല, തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വസ്തുക്കളും ഉളിയും കത്തിയും അരവും ചേർത്ത് പക്ഷികളും മൃഗങ്ങളും പഴവർഗ്ഗങ്ങളും പൂക്കളും ചെടികളുമെല്ലാം ആക്കും. ഈ ചിരട്ടയിൽ കൂടി ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാനങ്ങനെ പൂക്കളും പക്ഷികളും മൃഗങ്ങളും അങ്ങനെ പല രൂപങ്ങൾ അങ്ങനെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു വിജയത്തിൻ്റെ പാതയിലാണെന്നാണ് കരുതുന്നത്. ആവുന്നിടത്തോളം കാലം ഞാനിത് തുടർന്നുകൊണ്ടിരിക്കും. പ്രായം കൈകളുടെ ചുറുചുറുക്കിനെ അല്പം തളർത്തിയപ്പോൾ ചിരട്ടയിലെ ശില്പനിർമ്മാണം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ സിമന്റ് ഉപയോഗിച്ചുള്ള ശില്പങ്ങളാണ് മാധവൻ നായരുടെ കലാവൈഭവത്തിൽ കൂടുതലും പുറത്തിറങ്ങുന്നത്. ഭാര്യ സൗമിനിയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിലെ രഹസ്യം. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്.